ലഞ്ചിന് വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് തലപ്രാന്ത് പിടിച്ചിട്ട് അവസാന തീരുമാനമായി ബീൻസ് വറവും വെണ്ടയ്ക്കേൻ്റെ മോര് കറി ഉണ്ടാക്കാമെന്ന്. മോര് കറിയെ നേടിയുള്ള ആൾക്കാർക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ദിവസം എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അങ്ങനെ പച്ചക്കറിയിൽ അരിഞ്ഞ് വെച്ചിട്ട് അവസാനം തേങ്ങ ഉടക്കാൻ വേണ്ടി പോയിട്ടാ. തേങ്ങ ഉടക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത് എടുത്ത തേങ്ങ വെള്ളമെല്ലാം പറ്റി ഉണങ്ങി ചുക്കി ചുരുണ്ട് കിടക്കുന്നുണ്ട്. പിന്നെ അത് കളയാനൊന്നും പറ്റില്ലല്ലോ, നാട്ടിൽ നിന്ന് കെട്ടിപ്പേറി കൊണ്ടുവരുന്നതല്ലേ. തോടുന്നൊക്കെ ഇളകി വന്ന തേങ്ങ ചിരണ്ടാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് പൾസ് മോഡിലിട്ട് അടിച്ചിങ്ങെടുത്ത്. വറവിന് മാത്രമല്ലേ തേങ്ങേൻ്റെ ആവശ്യമുള്ളൂ, മോര് കറിക്ക് പിന്നെ തേങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ മോര് കലക്കിയാൽ ഒഴിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് അതിന് മാത്രമുള്ള തേങ്ങ മാത്രം ഞാൻ പൾസിലിട്ട് അടിച്ചെടുത്തിട്ടു കേട്ടോ. രണ്ടടുപ്പത്തും ചട്ടി വെച്ചിട്ട് ഒന്നിച്ചങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എണ്ണയൊക്കെ ഒഴിച്ച് താളിപ്പൊക്കെ ഇട്ടു കേട്ടോ. ആദ്യം തന്നെ വെണ്ടയ്ക്കൊരു മോര് കറി ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ആ പശ ഇറങ്ങിയിട്ട് ആകെ ചളിപിളി ആയിട്ടുണ്ടാവും. വെണ്ടയ്ക്ക് ആ ഒരു ചളിപിളി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ആ പശ അങ്ങ് പോയതിന് ശേഷം മാത്രം മഞ്ഞളും ഉപ്പും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നല്ല കട്ട തൈര് കുറച്ച് വെള്ളം വെച്ചിട്ട് കൈവച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കകത്തേക്ക് ഒഴിച്ചാൽ മതി. ഒഴിക്കുന്നതിന് മുന്നേ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒഴിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ തിളച്ച് പോയാലും മോര് പിരിഞ്ഞു പോകും. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തേക്കിട്ടാ. മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റേ സ്റ്റൗവിൻ്റെ മുകളിൽ ബീൻസ് വറവും റെഡി ആയിട്ടുണ്ട്. രണ്ടും രണ്ട് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. മോര് കറി തൽക്കാലം ഞാനിപ്പോൾ മാറ്റുന്നില്ല, മൺചട്ടി കിടക്കുന്ന ഒരു രസമാണല്ലോ. കുക്ക് ചെയ്ത പാത്രമൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയാൽ ഇന്നത്തെ ഉച്ചക്കത്തെ കലാപരിപാടിയൊക്കെ അവസാനിപ്പിക്കാം. ഇന്നത്തെ ലഞ്ച് വളരെ സിമ്പിളാണ്, കടിച്ചു പറിക്കാനൊന്നും കാര്യമായിട്ടൊന്നുമില്ല എന്ന് എനിക്കറിയാം. വന്നിട്ടാകുമ്പോൾ എന്തായാലും ചോദിക്കും ഇന്ന് വേറെ ഒന്നും ഇല്ലേന്ന്. അതൊന്നും പിന്നെ ഞാൻ വലിയ കാര്യമാക്കി എടുക്കില്ല. എന്നാൽ പിന്നെ ശരി കേട്ടോ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ ബൈ.